അല്ല, ഞാൻ ഇന്നലെ പറഞ്ഞ എന്തെല്ലാം നുണയാണ് ഈ വാസവൻ മന്ത്രി പറഞ്ഞത്. അദ്ദേഹം ഇത് വിവാദമായി, എന്നെ ക്ഷണിച്ചില്ല എന്നുള്ളത് മാധ്യമങ്ങളിലൂടെ വിവാദമായി. കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും ഒക്കെ പ്രതികരിച്ചപ്പോൾ എനിക്കൊരു കത്ത് കൊടുത്തു വിട്ടു അല്ലേ. തലേ ദിവസത്തെ ഡേറ്റ് ഇട്ടാണ് കത്ത് കൊടുത്തു വിട്ടത്. തലേ ദിവസം നിങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ, മനോരമ ഉൾപ്പെടെയുള്ള പത്രത്തിൽ എന്താ പറഞ്ഞത്? വിളിക്കുന്നില്ല, കാരണം ഇത് 4ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ്. 4ാം വാർഷികം സർക്കാർ ബഹിഷ്കരിച്ചിരിക്കുക, അല്ല പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുക, അപ്പോൾ വിളിക്കേണ്ട കാര്യമില്ല എന്ന്. എന്നിട്ട് എങ്ങനെ ആ ദിവസത്തെ ഡേറ്റ് ഇട്ട് എനിക്ക് കത്ത് തരുന്നത്? നുണയല്ലേ? അപ്പോൾ പിന്നെ പറഞ്ഞു പ്രധാനമന്ത്രിക്ക് അയച്ച പേരിൽ VD സതീശൻ്റെ പേരുണ്ടെന്ന് പറഞ്ഞു. അതല്ലല്ലോ മീഡിയയോട് പറഞ്ഞത്. 4ാം വാർഷിക ആഘോഷമാണിത്. 4ാം വാർഷിക ആഘോഷം ആയതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അന്ന് പിന്നെ നിങ്ങളോട് പറഞ്ഞാൽ പോരെ, പ്രധാനമന്ത്രിക്ക് ഓഫീസിലേക്ക് PMOയിലേക്ക് കത്തയച്ചിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എന്നിട്ട് തീരുമാനം. അങ്ങനെ അല്ലല്ലോ മന്ത്രി പറഞ്ഞത്. മന്ത്രി പറഞ്ഞത് വിളിക്കില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ വിവാദമായി കഴിഞ്ഞപ്പോൾ ഇല്ല. പിന്നെ ഇപ്പോൾ പറയുന്നു കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിയും മാത്രം, പ്രധാനമന്ത്രിയും മാത്രം പ്രസംഗിക്കുള്ളെന്ന്. പിന്നെ ഞാൻ എന്തിനാ പോണ്? അപ്പോൾ അപ്രിയ സത്യങ്ങൾ നമ്മൾ വിളിച്ചു പറയുമെന്നുള്ള ഭയം കൊണ്ടാണ് നമ്മളെ മാറ്റിയത്. അത് അവരുടെ ഔചിത്യം. എനിക്ക് പരിഭവമോ പിണക്കമോ ഒന്നുമില്ല. ഒരു ഇവരുടെ വീട്ടിലെ കല്യാണമൊന്നും അല്ലല്ലോ, ഇത് പൊതുപരിപാടിയാണ്. അത് ജനങ്ങളത് വിലയിരുത്തും, ജനങ്ങൾ വിലയിരുത്തും. മനസ്സിലായില്ല? അത്രയേ ഉള്ളൂ. ഞാൻ അതിനകത്ത് വേറെ പ്രതിഷേധം പോലും എൻ്റെ ഭാഗത്തുനിന്നില്ല, പരിഭവം പോലും എൻ്റെ ഭാഗത്തുനിന്നില്ല. ഞാൻ പങ്കെടുക്കില്ല. കാരണം പങ്കെടുക്കാൻ ഉള്ള കാര്യമില്ല. ഞാൻ അവിടെ ചെന്ന് എന്ത് കാണാൻ പോകണം? എനിക്ക് കേരളത്തിലെ പ്രതിപക്ഷത്തെ പ്രതിനിധാനം ചെയ്ത് സംസാരിക്കാനുള്ള അവസരമില്ല. പിന്നെ ഞാനെന്തിനാ പോകുന്നത്? പിന്നെ ഇപ്പോൾ ഒരു കസേര പിടിച്ചിടുവാണ് വിവാദമായപ്പോൾ. ആ കസേര അവിടെ ഉണ്ടായിരുന്നില്ല. രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്ന കസേര പോലും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോട് ഉണ്ടായിരുന്നില്ല. ക്ലിയർ ആണല്ലോ. ഉണ്ടെങ്കിൽ PMOയിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ അല്ലല്ലോ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളോട് പറഞ്ഞത് വിളിക്കുന്നില്ല. 4ാം വാർഷികം. ഏത് 4ാം വാർഷികം ഇത്? ഈ ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷികമായിട്ട് ആഘോഷിക്കാൻ ആണോ 4ാം വാർഷികം? അതാണ് BJPക്കാർ വ്യക്തമാക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷികം ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നതെന്ന് BJP സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കണം. അത്രേ ഉള്ളൂ. ഇനി ഒരുമിച്ചാണ്, ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. ഒരുമിച്ച് ആഘോഷിച്ചു, ഞങ്ങൾ അതിൽ പ്രതിഷേധമില്ല. നിങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ചു. ഏതായാലും ഒരുമിച്ചാണല്ലോ എല്ലാ കാര്യത്തിലും. ഇതിൽ ഒരുമിച്ച് ആഘോഷിച്ചു. UDFും കോൺഗ്രസും സമരം ചെയ്തിരുന്നില്ലേ? ഏത് കാര്യത്തിന്? ഇവിടെയുള്ള തീരപ്രദേശങ്ങളിലടക്കം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും വിഴിഞ്ഞത്തിനെതിരെയല്ല സമരം ചെയ്തത്. അവിടുത്തെ ജനങ്ങളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. ഈ വിഷയം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അഡ്രസ്സ് ചെയ്യപ്പെട്ട വിഷയമാണ്. അതായത് അവിടെ ഈ 2000-3000 മീറ്റർ നീളത്തിൽ ഈ കൽഭിത്തി കെട്ടുമ്പോൾ അവിടെ സേഫ് ആവും. പക്ഷെ ബാക്കിയുള്ള സ്ഥലത്തേക്ക് കുറേ കൂടെ വൾണറബിൾ ആവും, കടലാക്രമണം രൂക്ഷമാവും. അവിടെ ഇതിൻ്റെ ഈ ഡെവലപ്മെൻറ്റ് റെഫ്യൂജീസ്, വികസനത്തിൻ്റെ ഇരകളുണ്ടാവും. അത് മനസ്സിലാക്കി അന്നത്തെ സമരം ചെയ്ത ആളുകളുമായിട്ട് സെറ്റിൽമെൻ്റ് ഉണ്ടാക്കി 475 കോടി രൂപയുടെ ഒരു പാക്കേജ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഉണ്ടാക്കി. ഗവൺമെൻറ് ഉത്തരവിറക്കി. പക്ഷേ ഇരകൾ എവിടെ കിടന്നിരുന്നത്? വലിയ തുറയിലെ സിമൻറ്റ് ഗോഡൗണിൽ 450ഓളം കുടുംബങ്ങൾ കിടന്നിരുന്നു. ഞാനാണ് അവിടെ പോയി അത് കണ്ട് നിയമസഭയിൽ കൊണ്ടുവന്ന് കൈ കൂപ്പി ആ പാവപ്പെട്ടവരെ പുനരധിവസിപ്പിക്കണമെന്ന് പറഞ്ഞത്. അതിനുവേണ്ടി അവർ സമരം ചെയ്തു. ആ സമരത്തിന് ഞങ്ങൾ പിന്തുണ കൊടുത്തു. അത് വിഴിഞ്ഞത്തിനെതിരായിട്ടുള്ള സമരമല്ല, പോർട്ടിനെതിരായ സമരമല്ല. വിഴിഞ്ഞം തുറമുഖം വന്നതുകൊണ്ട് ഉണ്ടായ വികസനത്തിൻ്റെ ഇരകളായി മാറി കാറ്റും വെളിച്ചവും കടക്കാത്ത സിമൻറ്റ് ഗോഡൗണിൽ പ്രസവം വരെ നടന്നവിടെ തളർന്നു കിടക്കുന്ന ആളുകളുണ്ട്. 450 കുടുംബങ്ങൾ, പ്രായമായവർ. ഇപ്പോൾ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്തു. അതാ സമരം കൊണ്ട്, ഞങ്ങൾ ചെയ്ത സമരം കൊണ്ടും തിരുവനന്തപുരം രൂപത, ലത്തീൻ രൂപതയുടെ നേതൃത്വത്തിൽ നടന്ന ഉജ്ജ്വലമായ സമരം. ആ സമരത്തിന് 1ാമത്തെ ദിവസം മുതൽ 140ാമത്തെ ദിവസം വരെ പിന്തുണ കൊടുത്ത ആളുകളാണ് ഞങ്ങൾ. ആ സമരം ചെയ്തു. ആ സമരം വിഴിഞ്ഞത്തിനെതിരാണ്. എങ്ങനെ? പാവപ്പെട്ട മനുഷ്യരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടാണ്. ഉമ്മൻചാണ്ടി വച്ച 475 കോടി രൂപ ചെലവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആ സമരം നടത്തിയത്. ആ സമരം ശരിയായിരുന്നു. Subscribe to One India and never miss an update.